ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫറാസ് ഡോ എന്ന പാടി പറയുന്ന ഈ മഹത്തായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് വിസ്മയപ്പെടുത്തിയ കാരുണ്യം. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിക്കുന്ന കാലച്ച. ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ് തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിൻ്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു പാവം മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിൻ്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മാൻപേട നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണവും തേടി വന്നതാണ്. അവരെന്നെ കാത്തിരിപ്പുണ്ടാകും. ഞാൻ അവർക്ക് പാലൂട്ടി ഉടനെ തിരിച്ചു വരും. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമേടിനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചു വിടൂ. അത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി തിരിച്ചു വരും. തന്നെ മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹ, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത്? മലമേടൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ആകട്ടെ, ഇതിനെ അഴിച്ചുവിടാം. പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ വീണ്ടും ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അറുത്ത് കളയും. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമേടനോട് പറഞ്ഞു, ആകട്ടെ, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മലമേടൻ അവസാനം ആ മാനിനെ അഴിച്ചു വിട്ടു. ആ മാൻ അതിവേഗത്തിൽ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടൻ്റെ കടാര പുന്നാര നിബിതങ്ങളുടെ കഴുത്തിലേക്ക് നീളാൻ തുടങ്ങി. അപ്പോഴതാ ആ മാൻ ഓടി വരുന്നു. ഇത് കണ്ട് മലമേടൻ അമ്പരന്ന് പോയി. ഇതെന്തൊരു അത്ഭുതമാണ്! മലമേടൻ വേഗം തന്നെ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് കേട്ട ഉടനെ തന്നെ മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ സ്വതന്ത്രയാക്കി അഴിച്ചു വിടുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വിശ്വസിക്കുന്നവരെ വഞ്ചിക്കരുത്. അതാണ് ഈ കഥയിൽ നിന്നുള്ള പാഠം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.